ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഉപരാഷ്ട്രപതിമാരും അവരുടെ ഭരണകാലവുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ന് പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിമാരും അവരുടെ കാലഘട്ടവുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 56(1) പ്രകാരം 5 വർഷത്തേക്കാണ് ഉപരാഷ്ട്രപതിമാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഉപരാഷ്ട്രപതിമാരെ തിരഞ്ഞെടുക്കാനുള്ള ആർട്ടിക്കിൾ 56(1) 5 വർഷമാണ് കാലാവധി. ഇനി അടുത്തതായി ഉപരാഷ്ട്രപതിമാരും അവരുടെ ഭരണകാലഘട്ടവും അവർ ഏത് പ്രസിഡൻറ്റിൻ്റെ കാലഘട്ടത്തായിരുന്നു ഭരിച്ചിരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മെയ് 13, 1952 മുതൽ മെയ് 12, 1962 വരെയാണ് ഭരിച്ചിരുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കാലഘട്ടത്തായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വൈസ് പ്രസിഡൻ്റായിരുന്നത്. അതായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കാലഘട്ടത്തായിരുന്നു ഉപരാഷ്ട്രപതിയായി ഭരിച്ചിരുന്നത്. രണ്ടാമത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ മെയ് 13, 1962 മുതൽ മെയ് 12, 1967 വരെയാണ് ഭരിച്ചിരുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ കാലഘട്ടത്താണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. മൂന്നാമതായി വി ഗിരി അധികാരത്തിൽ വന്നു. മെയ് 13, 1967 മുതൽ മെയ് 3, 1969 വരെയാണ് വി ഗിരി ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ കാലഘട്ടത്തായിരുന്നു വി ഗിരി ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. നാലാമത് ഉപരാഷ്ട്രപതിയായി അധികാരത്തിൽ വന്നത് ഗോപാൽ സ്വരൂപ് പഥക് ഓഗസ്റ്റ് 31, 1969 മുതൽ ഓഗസ്റ്റ് 30, 1974 വരെയാണ്. വി ഗിരി രാഷ്ട്രപതിയായിരിക്കുമ്പോഴാണ് ഗോപാൽ സ്വരൂപ് പഥക് ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. അഞ്ചാമത് ഉപരാഷ്ട്രപതിയായി അധികാരത്തിൽ വന്നത് ബി ജെട്ടി ഓഗസ്റ്റ് 31, 1974 മുതൽ ഓഗസ്റ്റ് 30, 1979 വരെയാണ് ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്തായിരുന്നു ബി ജെട്ടി ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. ആറാമത് ഉപരാഷ്ട്രപതിയായി മുഹമ്മദ് ഹിദായത്തുള്ള അധികാരത്തിൽ വന്നു. ഓഗസ്റ്റ് 31, 1979 മുതൽ ഓഗസ്റ്റ് 30, 1984 വരെയായിരുന്നു അധികാരത്തിലിരുന്നത്. നീലം സഞ്ജീവ റെഡ്ഡി രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്തായിരുന്നു മുഹമ്മദ് ഹിദായത്തുള്ള ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. ഏഴാമത് ഉപരാഷ്ട്രപതിയായി അധികാരത്തിൽ വന്നത് ആർ വെങ്കിട്ടരാമൻ ഓഗസ്റ്റ് 31, 1984 മുതൽ ജൂലൈ 27, 1987 വരെയായിരുന്നു ഭരിച്ചത്. ഗ്യാനി സെയിൽ സിംഗ് പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ആർ വെങ്കിട്ടരാമൻ ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. എട്ടാമത് ഉപരാഷ്ട്രപതിയായി ശങ്കർ ദയാൽ ശർമ്മ അധികാരമേറ്റു. സെപ്റ്റംബർ 3, 1987 മുതൽ ജൂലൈ 24, 1992 വരെയാണ് ഭരിച്ചത്. ആർ വെങ്കിട്ടരാമൻ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് ശങ്കർ ദയാൽ ശർമ്മ ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. തുടർന്ന് KR നാരായണൻ 9ാമത് ഉപരാഷ്ട്രപതിയായി അധികാരമേറ്റു. ഓഗസ്റ്റ് 21, 1992 മുതൽ ജൂലൈ 24, 1997 വരെയാണ് KR നാരായണൻ അധികാരത്തിലിരുന്നത്. ശങ്കർ ദയാൽ ശർമ്മ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തായിരുന്നു KR നാരായണൻ ഉപരാഷ്ട്രപതിയായി അധികാരത്തിലിരുന്നത്. 10ാമത് ഉപരാഷ്ട്രപതിയായി കിഷൻ കാന്ത് അധികാരത്തിൽ വന്നു. ഓഗസ്റ്റ് 21, 1997 മുതൽ ജൂലൈ 27, 2002 വരെയാണ് കിഷൻ കാന്ത് അധികാരത്തിലിരുന്നത്. KR നാരായണൻ രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്തായിരുന്നു കിഷൻ കാന്ത് ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. 11ാമത് ഉപരാഷ്ട്രപതിയായി ബൈറോൺ സിംഗ് ഷെക്കാവത്ത് അധികാരമേറ്റു. 11ാമത് ഉപരാഷ്ട്രപതി ബൈറോൺ സിംഗ് ഷെക്കാവത്ത് ഓഗസ്റ്റ് 19, 2002 മുതൽ ജൂലൈ 21, 2007 വരെയാണ് ബൈറോൺ സിംഗ് ഷെക്കാവത്ത് ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. APJ അബ്ദുൽ കലാമിൻ്റെ കാലഘട്ടത്തായിരുന്നു ബൈറോൺ സിംഗ് അധികാരത്തിലിരുന്നത്. 12ാമത് ഉപരാഷ്ട്രപതിയായി മുഹമ്മദ് ഹമീദ് അൻസാരി അധികാരത്തിൽ വന്നു. ഓഗസ്റ്റ് 11, 2007 മുതൽ ഓഗസ്റ്റ് 11, 2017 വരെയാണ് അദ്ദേഹം ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. 2 പ്രാവശ്യം ഉപരാഷ്ട്രപതിയായി ഭരിച്ച വ്യക്തിയാണ് മുഹമ്മദ് ഹമീദ് അൻസാരി. പ്രതിഭ പാട്ടേൽ രാഷ്ട്രപതിയായിരുന്ന സമയത്തും പ്രണബ് മുഖർജി രാഷ്ട്രപതിയായിരുന്ന സമയത്തും
മുഹമ്മദ് ഹമീദ് അൻസാരി ഉപരാഷ്ട്രപതിയായി ഭരിച്ചിട്ടുണ്ട്. രണ്ട് പ്രസിഡന്റുമാരുടെ കാലഘട്ടത്തിൽ ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഹമീദ് അൻസാരി. തുടർന്ന് 10 വർഷം അദ്ദേഹം ഉപരാഷ്ട്രപതിയായി ഭരിച്ചു. 13ാമത് ഉപരാഷ്ട്രപതിയായി എം വെങ്കയ്യ നായിഡു അധികാരത്തിൽ വന്നു. ഓഗസ്റ്റ് 11, 2017 മുതൽ ഓഗസ്റ്റ് 10, 2022 വരെയായിരുന്നു അധികാരത്തിലിരുന്നത്. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്താണ് എം വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയായി ഭരിച്ചത്. 14ാമത് ഉപരാഷ്ട്രപതിയായി ജഗ്ദീപ് ധൻഖർ അധികാരത്തിൽ വന്നു. ഓഗസ്റ്റ് 11, 2022 മുതൽ അധികാരത്തിൽ തുടരുന്നു. ദ്രൗപദി മുർമു പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ജഗ്ദീപ് ധൻഖർ അധികാരത്തിൽ വന്നത്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് 2022 ഓഗസ്റ്റ് 6 നടന്നത്. ഇപ്പോൾ നിലവിലുള്ളത് 14ാമത് ഉപരാഷ്ട്രപതിയാണ്. ഇന്നത്തെ വിഷയം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.